ടൊഷുഗു എന്നൊരു പേരാണ്. ജപ്പാൻ ഭാഷയിലുള്ള ടൊഷുഗു എന്ന പേരിലാണ് അവസാന അധ്യായം. അതായത് ഈ ടൊഷുഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേര് നൽകുന്ന പാഠം. 3 പേര് എന്ന് ഉദ്ദേശിക്കുന്നത് 3 കുരങ്ങന്മാർ നൽകുന്ന പാഠം എന്നാണ്. 3 കുരങ്ങന്മാരെ കുറിച്ചിട്ടുള്ള, അത് ജപ്പാനിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ 3 കുരങ്ങന്മാരുടെ ശില്പങ്ങൾ വെച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളെ കാണുവാൻ കഴിയും. അപ്പൊ ആ 3 കുരങ്ങന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഒരു ചിത്രം വേണമെങ്കിൽ ഞാനിവിടെ അറിവിലേക്കായിട്ട് കാണിച്ചു തരാം. ആ 3 കുരങ്ങന്മാരെ ഒന്ന് കാണണം. This call is now taking notes. ഈ ഒരു 3 കുരങ്ങുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ജ്ഞാനികളായ, സാധാരണ നമ്മൾ കുരങ്ങന്മാരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിയില്ലാത്തവനെ അല്ലെ ബുദ്ധിയില്ലാത്തവനെന്ന് ആണ് പറയുന്നതെങ്കിൽ ജപ്പാനിൽ എങ്ങനെയല്ല. ഈ കുരങ്ങുകളെ ഒരു ജ്ഞാനികളായിട്ടുള്ള 3 കുരങ്ങന്മാർ, അവര് 3 പേരും ജ്ഞാനികളാണ്. അപ്പൊ അവരുടെ ഒരു ആ ഇരിപ്പിന്റെ ചേഷ്ടകൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവരിങ്ങനെ ഓരോ സ്ഥലം പൊത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ചെവി പൊത്തിയിട്ടുള്ള ഒരു കുരങ്ങൻ, ആദ്യത്തെ കുരങ്ങനെ ചെവി രണ്ടും പൊത്തിയിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ കുരങ്ങൻ തന്റെ വായ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കുരങ്ങനാണെങ്കിൽ കണ്ണ് പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 സ്ഥലങ്ങൾ അടച്ചു പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത് സാധാരണ മരങ്ങളിൽ കുത്തിയതാണ്. മരങ്ങളിൽ കുത്തിയിട്ടുള്ള കുരങ്ങന്മാരുടെ ശില്പങ്ങളാണ്. അപ്പം ഈ ടൊഷുഗു എന്ന് പറയുന്നത് ഒരു ദേവാലയത്തിന്റെ പേരാണ്. ടൊഷുഗു ദേവാലയത്തിലെ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളാണ്. അപ്പൊ ജ്ഞാനികളായ 3 കുരങ്ങന്മാരാണ്. ആ കുരങ്ങന്മാര് കണ്ണും വായും ചെവിയും കുത്തി വെച്ചുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. അപ്പോ ഈ ചേഷ്ടകളുടെ അല്ലെങ്കിൽ ഈ കുരങ്ങന്മാരുടെ ചേഷ്ടകളുടെ ഉറവിടം ശരിക്കും ജപ്പാനിലെ ഒരു പഴഞ്ചൊല്ലിൽ നിന്നാണ് ഉണ്ടായത്. അതായത് തിന്മ കാണരുത്, തിന്മ കേൾക്കരുത്, തിന്മ പറയരുത്. അതാണ് ഈ പൊത്തിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിന്മ കാണരുത്, അതാണ് കണ്ണ് പൊത്തിപ്പിടിച്ചിരിക്കുന്നത്. തിന്മ പറയരുത്, അതുകൊണ്ടാണ് ചുണ്ട് പൊത്തിയിരിക്കുന്നത്. തിന്മ കേൾക്കുകയും ചെയ്യരുത്, അതുകൊണ്ടാണ് ചെവി പൊത്തിപ്പിടിച്ചത്. അപ്പോ ഈ ഒരു തത്വം അല്ലെങ്കിൽ ഈ ഒരു പദപ്രയോഗം പഴഞ്ചൊല്ല് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷ്യസ് എന്ന തത്വചിന്തകനാണ്, ചൈനീസ് തത്വചിന്തകനാണ്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തത്വചിന്തകനാണ് കൺഫ്യൂഷ്യസ്. ഇദ്ദേഹമാണ് ലോകമെമ്പാടുമൊക്കെ സഞ്ചരിച്ചിട്ടുള്ള തത്വജ്ഞാനിയാണ്. ചൈനയിൽ ഒരു കാലത്ത് ഏറ്റവും അധികം ആദരിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു കൺഫ്യൂഷ്യസ്. അദ്ദേഹമാണ് പറഞ്ഞത്, നമ്മൾ 50% ആത്മീയതയിലും 50% ഭൗതികതയിലും ജീവിക്കണം. അല്ലെങ്കിൽ അരയണയ്ക്ക് നീ ദിവസേന തൊഴിൽ ചെയ്ത് ഒരണ സമ്പാദിക്കുന്നുള്ളൂ എങ്കിൽ പോലും അതിന്റെ 50% അപ്പം വാങ്ങാൻ ഉപയോഗിക്കണം, അതിന്റെ 50% പുഷ്പം വാങ്ങാൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതായത് ആത്മീയതയ്ക്ക് 50%വും ഭൗതികതയ്ക്ക് 50%വും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു ഭൗതിക ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നാണ് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത്. അതിനെ തന്നെ പല ആളുകളും പിന്നീട് പല രൂപത്തിൽ പല ഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ചൈനീസ് തത്വചിന്തകനായിട്ടുള്ള കൺഫ്യൂഷ്യസിന്റെ വാക്കുകളിൽ നിന്നിട്ടാണ് ഈ ഒരു 3 കുരങ്ങന്മാരുടെ ഉറവിടം. ടൊഷുഗു ദേവാലയത്തിലിരിക്കുന്ന 3 കുരങ്ങുകൾ, ഈ 3 കുരങ്ങുകൾ ലോകത്തിന് നൽകുന്ന പാഠമാണ് ഈ അധ്യായത്തിലൂടെ പറഞ്ഞത്. അതായത് ഈ 3 കുരങ്ങന്മാർക്ക് ഓരോ പേരുകളുണ്ട്. അതിൽ ആദ്യത്തെ കുരങ്ങന്റെ അല്ലെങ്കിൽ കണ്ണു പൊത്തിയ ആ കുരങ്ങന്റെ പേര് മിസാറു എന്നാണ്. മിസാറു എന്ന കുരങ്ങനാണ് കണ്ണുകൾ പൊത്തിയിട്ടുള്ളത്. അതിനുശേഷം രണ്ടാമത് ചെവി പൊത്തിയ കുരങ്ങനുണ്ട്. ആ കുരങ്ങനെ കിഗാസാറു എന്നാണ് പറയുക. ആദ്യത്തേത് മിസാറു, രണ്ടാമത്തേത് കിഗാസാറു, ഇനി മൂന്നാമത്തത് വായ പൊത്തിയിട്ടുള്ള കുരങ്ങനുണ്ട്. അതിനെയാണെങ്കിൽ ഇവാസാറു എന്നാണ് പറയുന്നത്. മിസാറു, കിഗാസാറു, ഇവാസാറു.
അപ്പൊ ഈ ഒരു 3 പേരുകളുടെയും അവസാനങ്ങൾക്ക് ഒരു സാദൃശ്യമുണ്ട്. എല്ലാത്തിന്റെ അവസാനവും ഒരു സാറു എന്നുള്ള ഒരു പ്രയോഗം. അപ്പം സാറു എന്ന പദത്തിന്റെ അർത്ഥം അത് പുരാണ ജാപ്പനീസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ചെയ്യരുത്, അരുത് എന്ന് പറയുന്നതാണ് ഈ സാറു എന്നുള്ളത്. കിക സാറു, മിസാറു, പിന്നെ അവസാനത്തത് ഇവാസാറു. അപ്പൊ ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നതാണ് ഈ സാറു എന്നുള്ള പദപ്രയോഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല, പുരാണ ഭാഷയൊക്കെ മാറി പുതിയ ഭാഷ ജപ്പാനിൽ പ്രാബല്യത്തിലുള്ളപ്പോൾ അതിന് കുരങ്ങ് എന്നുകൂടി അർത്ഥമുണ്ടായിരുന്നു. ഈ സാറു എന്ന വാക്കിന് കുരങ്ങനെന്നും ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ടായിരിക്കാം കുരങ്ങുകളെ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഈ ശില്പങ്ങൾ അവിടെ കൊത്തിവെക്കാനുണ്ടായ സാഹചര്യം, അതിന്റെ ഉറവിടം ചിലപ്പം ഒരുപക്ഷെ അതായിരിക്കാം. അതുകൊണ്ടാണ് ഈ 3 കുരങ്ങുകളെ അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു ശില്പങ്ങൾ ഉണ്ടാക്കിയത് കുറെ വർഷങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 1636 16-ാം നൂറ്റാണ്ടിൽ കൊത്തിവെച്ചിട്ടുള്ള ഒരു ശില്പമാണ്. 1636 ഈ ഒരു പഴഞ്ചൊല്ലിനെ കുരങ്ങുകളുടെ രൂപത്തിൽ കൊത്തിവെച്ചു. കാരണം പഴയ കാലത്ത് നമുക്ക് അച്ചടികളോ അല്ലെങ്കിൽ ഭാഷയോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ ഒരുതരം ശില്പങ്ങളിലൂടെയും കുത്തുപണികളിലൂടെയൊക്കെയാണ് ആളുകൾ ആശയവിനിമയം ചെയ്തിരുന്ന കാലമുണ്ടായത്. അങ്ങനെ ഓരോ രീതികളിലാണ് നമ്മൾ ആശയം വിനിമയം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവിടുന്ന് നമ്മൾ പുരോഗതി പ്രാപിച്ചാണ് പല പല മാർഗങ്ങളിലേക്ക് നമ്മൾ ഭാഷകൾ കണ്ടുപിടിച്ചു. ലിപികൾ ഉണ്ടായി, എഴുതാൻ ഭാഷയുണ്ടായി, സംസാരിക്കാൻ ഭാഷയുണ്ടായി. അത് ഓരോ ദേശകാലത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ ഉണ്ടായി. അത് പിന്നീട് അതിനൊക്കെ നിഘണ്ടുക്കൾ ഉണ്ടായി, അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് മനുഷ്യനെ അതിനെ ആശയം വിനിമയം ചെയ്യുവാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ അതിന് പല സങ്കേതങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നിട്ടൊക്കെ ആയിരിക്കാം ഈ ഒരു 3 കുരങ്ങന്മാരുടെ ശില്പത്തിലൂടെ ഈ ഒരു പഴഞ്ചൊല്ലിനെ പറയുന്ന ക്ഷേത്രം ഉണ്ടായത്. അപ്പോ ഇതിനെ സോക്രട്ടീസ് എന്ന മഹാജ്ഞാനിയെ കുറിച്ച് നമ്മൾ കേട്ടു. സോക്രട്ടീസിന്റെ ശിഷ്യന്മാരാണ് പിന്നീട് നമ്മൾ ലോകത്തിലെ തന്നെ വലിയ പ്രഗത്ഭരായി മാറിയിട്ടുള്ള. സോക്രട്ടീസിന്റെ ശിഷ്യൻ പ്ലേറ്റോ ഉണ്ടായിരുന്നു, പ്ലേറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ ഉണ്ടായിരുന്നു. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായിട്ട് പിന്നീട് വന്നതാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന മഹാനായ ചക്രവർത്തി ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ആളാണ് അലക്സാണ്ടർ ചക്രവർത്തി. ഏതാണ്ട് മുക്കാലോ അല്ലെ പകുതിയിലധികം ഭാഗവും ലോകത്തിന്റെ പിടിച്ചടക്കി കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മരണം, വളരെ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തെ മരണം കീഴടക്കുകയും താൻ ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടി ഈ ലോകം വിട്ടു പോകുന്നു എന്ന് സന്ദേശം കൊടുത്തുകൊണ്ട് ശവപ്പെട്ടിക്കുള്ളിൽ നിന്ന് തന്റെ കൈകൾ രണ്ടും പുറത്തേക്ക് നീട്ടി വെക്കണമെന്ന് ആളുകളോട് പറഞ്ഞുകൊണ്ടിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. കൈകൾ രണ്ടും വെളിയിലേക്ക് ഇങ്ങനെ വെറും കൈയോടുകൂടി ഞാൻ മടങ്ങിപ്പോകുന്നു എന്ന് ലോകത്തിന് തന്നെ സന്ദേശം കൊടുക്കുന്ന രീതിയിൽ വ്യക്തിയാണ്. അപ്പോ ഇതിലെ സോക്രട്ടീസിന്റെ ശിഷ്യന്മാർ അല്ലെ സോക്രട്ടീസിനെ കുറിച്ച് ചേർത്ത് ഈ ഒരു 3 കാര്യങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ നന്മ കാണരുത്, നന്മ കേൾക്കരുത്, നന്മ പറയരുത് എന്ന് പറയുമ്പോൾ സോക്രട്ടീസിനെ ചേർത്ത് വെച്ചിട്ടൊരു കഥയുണ്ട്. അപ്പോ പുരാതന ഗ്രീസിലാണല്ലോ ഈ പറയുന്ന നാഗരിക സംസ്കാരമൊക്കെ ഏറ്റവും പഴയതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായത് എന്ന് പറയുന്നത് ഗ്രീക്കിലാണ്. ഒരുപക്ഷെ മതങ്ങൾ പോലും ആദ്യം ഉണ്ടായിരുന്നത് ഗ്രീക്ക് മതങ്ങളായിരിക്കാം. നമ്മൾ ഇന്ന് കാണുന്ന മതങ്ങളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പൊ ഗ്രീക്കിലെ മതങ്ങള്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പറയാവുന്ന ബാബിലോണിയൻ സംസ്കാരങ്ങള്, ഇതൊക്കെ പഴയ ബാബിലോണിയ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം, ഏറ്റവും നാഗരികത ഉള്ള രാജ്യം എന്ന് പറയാം. അത് പിന്നീട് കാലക്രമത്തിൽ അതിന്റെ പ്രതാപങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോയി. ഇന്നത്തെ ഇറാൻ ആണ് അന്നത്തെ ബാബിലോണിയ. ഇറാന്റെ പ്രദേശങ്ങളൊക്കെയാണ് ബാബിലോണിയൻ രാജ്യമായിട്ട് തീരുന്നത്. അപ്പോ ഈ 3 കുരങ്ങന്മാരുടെ സന്ദേശങ്ങളിലേക്ക് പറയുമ്പോൾ, സോക്രട്ടീസിനെ ചേർത്ത് വെച്ച് പറയുമ്പോൾ, ഒരിക്കൽ സോക്രട്ടീസിന്റെ ഒരു ശിഷ്യൻ സോക്രട്ടീസിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ആശാൻ, അല്ലെങ്കിൽ ഈ തന്റെ ഗുരുവായിട്ടുള്ള സോക്രട്ടീസിനോട് പറഞ്ഞു, ഒരു വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു. എനിക്ക് പേഴ്സണലായിട്ടൊന്ന് ആശാനെ കാണണം, അല്ലെങ്കിൽ ഗുരുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞു. ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണ്? ഞാൻ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പറഞ്ഞു. ശിഷ്യ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സോക്രട്ടീസ് എന്ന ഗുരു, താങ്കളുടെ ഒരു കൂട്ടുകാരൻ താങ്കളെ കുറിച്ച് വളരെ മോശമായി ഒരിടത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു രഹസ്യം കൈമാറാനാണ് ഞാൻ വന്നത്.
വളരെ മോശമായിട്ട് അവൻ ഭള്ള് പറഞ്ഞു കുറ്റം പറഞ്ഞു കഴിഞ്ഞു. താങ്കളെ കുറിച്ച് വളരെ പരദൂഷണമൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതൊന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടി ഞാൻ വന്നു. അപ്പൊ വലിയൊരു രഹസ്യം പറയാനെന്ന ഭാവത്തിലാണ് ഈ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഈ ഒരു ശിഷ്യൻ സോക്രട്ടീസിന്റെ അടുത്തേക്ക് വന്നത്. അപ്പോ അത് പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ സോക്രട്ടീസ് കൈകൾ കൊണ്ട് കാണിച്ച് തടഞ്ഞു. നീ പറയുന്നതിന് മുമ്പ് എനിക്ക് 3 കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അതിന്റെ ഉത്തരം എങ്ങനെയാ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നീ ഇത് എന്നോട് പറയേണ്ടത്. അതായത് നീ 3 അരിപ്പകൾ കൊണ്ട് ഈ കാര്യത്തെ അരിച്ചിട്ടാണോ എന്നോട് സംസാരിക്കുന്നത്? 3 അരിപ്പകളിലൂടെ ഈ നീ പറയാൻ പോകുന്ന കാര്യത്തെ കടത്തി വിട്ടിട്ട് വേണം എന്നോട് വന്ന്, എന്നോടെന്നല്ല ആരോടെങ്കിലും ഇതുപോലെയുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ 3 അരിപ്പകളിലൂടെ അതിനെ കടത്തിവിടണം എന്ന് പറഞ്ഞു. അപ്പൊ അതിലെ ആദ്യത്തെ അരിപ്പ അല്ലെങ്കിൽ 3 അരിപ്പകൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ശിഷ്യന് സംശയം, 3 അരിപ്പകൾ എന്താണ് ഈ 3 അരിപ്പകൾ? പറയുന്ന കാര്യമൊക്കെ എങ്ങനെയാണ് അരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് ഗുരു എന്ന് പറഞ്ഞപ്പോൾ ആ 3 അരിപ്പകൾ ഇതാണ്. ആദ്യത്തെ അരിപ്പ എന്ന് പറയുന്നത് സത്യം. സത്യം എന്ന അരിപ്പയിലൂടെ നീ കടത്തിവിട്ടോ. അതായത് നീ പറയാൻ പോകുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് ഈ ചോദിച്ചതിന്റെ അർത്ഥം. അതാണ് സത്യത്തിന്റെ അരിപ്പയിലൂടെ നീ കടത്തിവിട്ടോ എന്ന് ചോദിച്ചു. അപ്പോ അയാൾ പറഞ്ഞു, അതൊരിക്കലും ആ അരിപ്പയിലൂടെ കടന്നു പോകില്ല, കാരണം അത് സത്യമല്ല എന്ന് എനിക്കറിയാം. അപ്പൊ സത്യമല്ല, ഒന്നാമത്തെ അരിപ്പ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അരിപ്പയിലൂടെ നീ കടത്തിവിടുന്നു. അപ്പൊ ദയ എന്നുള്ള അരിപ്പ. ആദ്യം സത്യമായിരുന്നു, രണ്ടാമത്തെ ദയ എന്ന അരിപ്പയിലൂടെ നീ കടത്തിവിട്ടോ. അരിപ്പയിലൂടെ കടത്തിവിട്ടപ്പോ അത് ദയുള്ള കാര്യങ്ങളാണോ നീ പറയാൻ പോകുന്നത്? അപ്പൊ പറഞ്ഞു ഒരിക്കലുമല്ല, ഒരു ഒട്ടും ദയയില്ലാത്ത കാര്യമാണ്, മഹാമോശം കാര്യം, അതുകൊണ്ട് അത് ദയുള്ളതേ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ അരിപ്പയും കഴിഞ്ഞു. മൂന്നാമത്തെ അരിപ്പ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്ന മൂന്നാമത്തെ അരിപ്പ. അതായത് നീ പറയാൻ പോകുന്ന കാര്യം എന്നോട് പറയേണ്ടത് അത്യാവശ്യമുള്ളതാണ്, എന്നോട് പറഞ്ഞേ അടങ്ങും, അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും എന്നുള്ളൊരു കാര്യത്തെ പോലെ അത്യാവശ്യം എന്ന അരിപ്പയിലൂടെ നീ കടത്തിവിട്ടുവോ? അപ്പൊ അതിലൂടെ കടത്തിവിട്ടപ്പോഴാണ് പറഞ്ഞത് അത് ഒരു അത്യാവശ്യമുള്ളതല്ല, ആശാനോട് ഇത് പറയുന്നതേ ഒരു അത്യാവശ്യമുള്ളതല്ല. അപ്പൊ 3 അരിപ്പതും ആവശ്യമുള്ളതല്ല, ദയയില്ല, സത്യമില്ല, അത്യാവശ്യമില്ല. എങ്കിൽ നീ അതിന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അല്ലെ നമ്മുടെ പഴയ സിനിമയിൽ പറഞ്ഞതുപോലെ എന്നോടുകൂടി ആ സത്യങ്ങളെല്ലാം ഈ മണ്ണിൽ അലിഞ്ഞു ചേരട്ടെ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ നീ ഇത് പറയുകയേ വേണ്ട എന്ന് പറഞ്ഞു. കാരണം അതിനകത്ത് സത്യമൊന്നുമില്ല എന്ന് നിനക്കറിയാം. അതിന്റെ അരിപ്പ് ദയ ഒട്ടുമില്ല, എന്നോട് ഇത് പറയേണ്ട അത്യാവശ്യമില്ല. അപ്പൊ നീ ഇത് പറയണ്ട, നിന്നോട് തന്നെ അതൊക്കെ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നോട്ടെ മകനെ എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയാണ് നമ്മളിങ്ങനെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഈ 3 അരിപ്പകളിലൂടെ കടത്തിവിടുന്നത് നല്ലത്. സത്യമാണോ ഒരാളോട് എന്നൊരു കാര്യം പറയും. കാരണം ഈ അരിപ്പകളിലൂടെ പോകാത്ത കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചത്. സത്യമല്ലാത്തൊരു കാര്യം, നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം ഒരാളോട് ചെന്ന് പറയുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒട്ടും ദയയില്ലാത്തൊരു കാര്യം ഒരാളോട് ചെന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നം. അതുപോലെ അയാളോട് പറയേണ്ട അത്യാവശ്യമുള്ളതാണെങ്കിൽ മാത്രമേ അത് പറയേണ്ടതുള്ളൂ. ഈ 3 അരിപ്പകളിലൂടെ കടത്തിവിട്ടിട്ട് വേണം അത് പറയാൻ. അതുകൊണ്ട് എന്നോട് പറയാനിരുന്ന കാര്യം സത്യവുമല്ല, ദയുള്ളതുമല്ല, അത്യാവശ്യവുമല്ല എങ്കിൽ അത് നീ മറന്നു കളഞ്ഞേക്കൂ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിഷ്യനെ മടക്കി അയച്ചു. ആശാൻ പറഞ്ഞു എനിക്കിത് കേൾക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞു തരുന്ന പാഠം, അല്ലെ ലോകത്തോട് വിളിച്ചു പറയുന്ന പാഠം എന്ന് പറയുന്നത്, ഈ 3 അരിപ്പകൾ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. ജീവിതത്തിൽ നമ്മൾ മോശം വശങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു രസമൊക്കെ തോന്നും. ഒരാളുടെ ഒരു മോശം കാര്യങ്ങൾ, അല്ലെ കുറ്റങ്ങളൊക്കെ വന്ന് പറയാൻ, അവനോ അവന്റെ മകളോ നമ്മളെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ആശാനെ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമല്ലേ നമുക്ക് പറയാൻ, കേൾക്കുന്ന ആൾക്ക് നല്ല രസമൊക്കെ. എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെവി കൂർപ്പിച്ചു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ, മോശം കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്താണ്, നല്ല മനുഷ്യർ എന്ന നിലയിൽ അത് നമ്മളെ മോശക്കാരാണ്. കാര്യം നമ്മൾ രസത്തിനാണ് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നതെങ്കിൽ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ അറിയാം, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ പറയാനായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിക്കുന്നതോ അല്ലെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ആരുടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മളത് പരമാവധി ആ പ്രശ്നം നമ്മൾ മിണ്ടാതിരിക്കും. അയ്യോ ആരും അറിയണ്ട, അതിന്റെ പ്രശ്നമൊക്കെ അത് അങ്ങനെയാണ്, അല്ലെ അവൾ അങ്ങനെയാണ്, അവൻ ഇച്ചിരി ദേഷ്യക്കാരൻ, അല്ലെ അവൾ ഇച്ചിരി ഈ ശാരീരിക ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ അവളുടെ ജാതകത്തിലുണ്ട് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവൾ ചെയ്യുന്നതല്ലല്ലോ.
എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ പരമാവധി ഗ്ലോറിഫൈ ചെയ്യും, വെള്ളപൂശും. അപ്പൊ നേരെ മറിച്ച് വേറൊരാളെ നമുക്ക് ഒരു ബന്ധമില്ലാത്ത ഞാൻ അവനെ കുറിച്ച് ചെയ്യോ ഒന്നും പറയണ്ട, അവളാണ് അതിനെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പോയാൽ എത്ര രസമാണല്ലോ. അപ്പോൾ ഈ പറയുന്ന മൂന്നരിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യമേ ചെവി പൊത്തിപ്പിടിച്ച കുരങ്ങനിലേക്ക് വരുമ്പോൾ ഇത്തരം ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ നമ്മൾ ഈ കുരങ്ങിനെ പോലെ ചെവി പൊത്തിപ്പിടിക്കണം. ഒന്നുകിൽ അവിടുന്ന് സ്ഥലം വിട്ടുകൊള്ളുക, കേൾക്കേണ്ടതില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ വിഷയത്തെ അവിടുന്ന് വഴി തിരിച്ചു വിടേണ്ട രീതിയിൽ നമ്മൾ സംസാരിക്കുക. ഒരു കുറ്റമാണ്, ബള്ളാണ്, പരദൂഷണമാണ് ഇയാൾ പറഞ്ഞു വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ എന്താണ് വിഷയത്തിൽ നിന്ന് മാറ്റി വേറെ വിഷയത്തിലേക്ക് വന്നു. അതുപോലെ അത് കേൾക്കാതിരിക്കാൻ നമ്മളത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വായ പൊത്തിപ്പിടിച്ച കുരങ്ങൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മളിത് പറയാതിരിക്കാൻ പഠിക്കണം. ഇങ്ങനെ പറയുമ്പോൾ വേറെ കുഴപ്പം കൂടിയുണ്ട്. നമ്മളിങ്ങനെ ചെന്ന് നല്ല രസത്തിൽ പറയും, അവരും നല്ല രസിച്ചിരുന്ന് കേൾക്കും. പക്ഷേ ക്രമേണ നമ്മളിലുള്ള വിശ്വാസം ഈ കേൾക്കുന്ന വ്യക്തിക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. രസത്തിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും പിന്നീട് അവർ ചിന്തിക്കുന്ന അയ്യോ ഇവനാണ്ട് അവൻ വരുന്നുണ്ടല്ലേ, അവൾ വരുന്നുണ്ട്, ആരുടെയും കുറ്റമായിട്ടായിരിക്കും വരുന്നത്. അവന്റെ സ്ഥിരം പണി ചെയ്ത് പിന്നീട് എന്ത് ചെയ്യും, നമ്മളൊരു സത്യം പറഞ്ഞാൽ പോലും അവനല്ലേ പറഞ്ഞത്, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മുടെ വ്യക്തിത്വം ക്രമേണ താഴ്ന്നു പോകുന്നതായിട്ട് തോന്നും. അപ്പോ ചെവി പൊത്തിപ്പിടിച്ച കുരങ്ങൻ പറയുന്ന കാര്യങ്ങളെ കേൾക്കാതിരിക്കുക. അപ്പം ആത്മീയ പരിപൂർണതയുടെ ഒരു പടി കൂടി മുകളിലേക്ക് നമ്മെ പോകുന്നത് മറ്റുള്ളവരെ കുറിച്ച് മോശം കാര്യങ്ങൾ പറയാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുന്നതിനൊപ്പം അത് നമ്മൾ കേൾക്കാതിരിക്കാനും, മോശം നമ്മൾ കേൾക്കാതിരിക്കാനും പഠിക്കണം. പറയാൻ നല്ല രസമുണ്ട്, അതിനെ പറയാതിരിക്കാൻ ആദ്യമേ നമ്മൾ പഠിക്കുന്നു. അവിടുന്ന് വീണ്ടും ഒരു പടി കൂടി ആത്മീയതയുടെ ഒരു തലം കൂടി മുകളിലേക്ക് കയറുമ്പോൾ അവിടെ എന്താണ്, കേൾക്കാതിരിക്കാൻ കൂടി പഠിക്കും. ആരെങ്കിലും എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകളിലാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടുന്ന് ചെവിയും പൊത്തി ഓടാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ചാനലിനെ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള മനോധൈര്യം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. കാണരുത്, കേൾക്കരുത്, പറയരുത്, ഇങ്ങനെ 3 കാര്യങ്ങൾ പറയും. അപ്പോ കണ്ണു പൊത്തിയിരിക്കുന്ന മിസാറു തെറ്റായ ദിശയിൽ നോക്കാതിരിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. കണ്ണുപൊത്തിയ കുരങ്ങൻ നമ്മളെ പഠിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള വഴികളിലേക്ക് നമ്മൾ നോക്കുക പോലും ചെയ്യുന്നു. മോശം സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നോക്കാതിരിക്കാൻ ആ കുരങ്ങൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ ദുഷിച്ച കാര്യങ്ങൾ കേൾക്കാതെ ഇരിക്കാൻ അടുത്ത കുരങ്ങൻ നമ്മളെ പഠിക്കുന്നു. അതുപോലെ തന്നെ ദുഷിച്ച കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ടൊരു കുരങ്ങൻ നമ്മളെ പഠിപ്പിക്കും. പിന്നെ 3 കുരങ്ങുകൾ തത്വജ്ഞാനികൾ അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ടുള്ള 3 കുരങ്ങന്മാരാണ്, അല്ലെങ്കിൽ ആ സങ്കല്പമാണ് അവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. അപ്പോ കാണരുത്, കേൾക്കരുത്, പറയരുത്. അത് തിന്മ എന്ന വാക്ക് കൂടി ചേർത്ത് നന്മ, തിന്മ കാണരുത്, തിന്മ പറയരുത്, തിന്മ കേൾക്കരുത് എന്ന്. അപ്പോ ഈ 3 കുരങ്ങന്മാരെ വെച്ചിട്ടൊരു പരിശീലന പാഠം ചെയ്തു നോക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ, ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ TV കാണുമ്പോഴും റേഡിയോ കേൾക്കുമ്പോഴും, അല്ലെങ്കിൽ ഇന്ന് കുറച്ചുകൂടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ ഫോണിലെ വീഡിയോ അല്ലെങ്കിൽ ഫോണിലെ ഓഡിയോ ഇതൊക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും ജീവിതത്തിന്റെ നല്ല വശങ്ങൾക്കാണോ ചീത്ത വശങ്ങൾക്കാണോ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ഫോണിൽ നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഫേസ്ബുക്കിലെ ഇൻസ്റ്റഗ്രാമിലെ ഒക്കെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പുകൾ നമ്മൾ കേൾക്കാറുണ്ട്. പല രീതികൾ ഓഡിയോ ബുക്കുകളൊക്കെ ഇന്ന് ലഭ്യമാണ്, വായന ക്ലബ്ബുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത് TV-യിലാണെങ്കിലും റേഡിയോയിലാണെങ്കിലും ചാനലുകളിലാണെങ്കിലും ഫോണിൽ, മൊബൈൽ ഫോണിലാണെങ്കിലും നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ChatGPT പോലുള്ള AI ടൂളുകൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ജീവിതത്തിന്റെ നല്ല വശങ്ങൾക്കാണോ കാണാനാണോ നമ്മൾ കൂടുതൽ സമയം കൊടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോ ചീത്ത വശങ്ങൾക്കാണ് നമ്മൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ, ഫോൺ കണ്ടു, ആ ഫോൺ എത്ര സമയം നമ്മൾ കണ്ടു എന്നൊക്കെ നമുക്ക് ഇന്ന് ഡിജിറ്റൽ വെൽബീയിങ്ങിൽ നോക്കിപ്പോയാൽ അറിയാൻ പറ്റും. എത്ര സമയം വാട്സപ്പ് ഉപയോഗിച്ചു, എത്ര സമയം ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചു, എത്ര സമയം ഫേസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും.
അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. ഇന്ന് രാവിലെ മുതൽ ഇന്നിപ്പോ രാത്രി സമയമായി, ഈ സമയത്തിനുള്ളിൽ ഞാൻ ചിലവഴിച്ചതൊക്കെ നല്ല വശങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണോ കണ്ടത്, അതോ ആരെയെങ്കിലും കുറ്റം പറയുന്ന, ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ചാനലിലെ ഡിബേറ്റുകളൊക്കെ കാണുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഒരു പരദൂഷണപരമായിട്ടുള്ള ഡിബേറ്റുകളെ അപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിങ്ങനെ കേട്ട് ഒരാൾ പറഞ്ഞു, അടുത്തയാൾ ഉടനെ അവനെ തകർക്കുന്ന രീതിയിൽ പറഞ്ഞു, വീണ്ടും ഇവിടുന്ന് പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, നല്ല രസത്തിൽ നമ്മളിങ്ങനെ കണ്ട് ഒരുപാട് മണിക്കൂറുകൾ ചിലപ്പോൾ നമ്മളൊക്കെ ഈ ടിവിയുടെ മുന്നിൽ ചെലവഴിക്കാറ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഈ ചെലവഴിച്ച സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലെ നല്ല വശങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് വളരാനുള്ള നല്ല കാര്യങ്ങൾക്കായിട്ടാണോ ഉപയോഗിച്ചത് എന്ന് ചോദിക്കും. അപ്പോ അല്ല, ചീത്ത വശങ്ങൾക്കാണ് അറിയാതെ ഞാൻ ഈ സമയങ്ങൾ ഉപയോഗിച്ചത്. അതായത് ടി വി കാണുമ്പോഴോ റേഡിയോ കേൾക്കുമ്പോഴോ മൊബൈൽ ഫോണിലെ വീഡിയോകളൊക്കെ കാണുമ്പോഴോ ചീത്ത വശങ്ങൾക്കാണ് ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചതെങ്കിൽ ഉടനെ തന്നെ ആ ഒരു കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകണം. പകരം സംസ്കാരങ്ങൾ സംബന്ധിച്ചും സാങ്കേതിക കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും മനഃശാസ്ത്രപരമായിട്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന, സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ കാണുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വഴിതിരിച്ചുവിടണം. അതായത് നമ്മുടെ ജീവിതത്തിൽ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാംസ്കാരിക വളർച്ചയ്ക്ക്, മാനസിക വളർച്ചയ്ക്ക്, നമ്മുടെ തൊഴിലിലെ വൈദഗ്ധ്യത, ഇങ്ങനെ പല രീതിയിൽ വളർച്ചകളുണ്ട്. ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ കാഴ്ചകളെ മാറ്റിവിടുക, നമ്മുടെ കേൾവികളെ മാറ്റിവിടുക. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുവാനും ശ്രമിക്കും. അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ചും വിമർശിച്ചും സംസാരിക്കുന്നവരുടെ കൂടെ നിങ്ങളും കൂടാറുണ്ടോ? രണ്ടാമത്തെ ചോദ്യമാണ്. മറ്റുള്ളവരെ കുറിച്ച് ദുഷിപ്പിക്കുന്ന ആളുകൾ, സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് കൂടി ഇതൊക്കെ ഒന്ന് കേട്ട് കളയാം, നമുക്ക് പ്രശ്നമില്ലല്ലോ എന്ന് ഉണ്ടെങ്കിൽ, അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു തരത്തിലും മെച്ചപ്പെടുത്തുന്നതല്ല ഈ കാര്യങ്ങളൊക്കെ. ഇവർ പറഞ്ഞു തരുന്ന പല ദൂഷണങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ ഒരു തരത്തിലും മെച്ചപ്പെടുത്തുന്നതല്ല. ഈ വൃത്തികേടിനെ കഴുകിക്കളയാനായിട്ട് സംഭാഷണത്തെ നമ്മൾ അവിടുന്ന് ബോധപൂർവം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുക. അവർ സംഭാഷണം പറഞ്ഞു വരുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് മാറി മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് കഴിയുമെങ്കിൽ അവരെ കൊണ്ടുപോകും, തന്ത്രപൂർവ്വം. അപ്പോ അങ്ങനെ മാറ്റുമ്പോൾ തന്നെ ഈ പറയുന്ന വ്യക്തിക്ക് മനസ്സിലാകും ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തിയല്ല നിങ്ങളെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ചിലപ്പോൾ ഒരുപക്ഷെ വേറെ വിഷയങ്ങൾ സംസാരിക്കും. ഇനി അതല്ലെങ്കിൽ അവർ വേറെ ആളുകളെ തേടി ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവരുടെ അടുത്തേക്ക് പോകും. അപ്പോ അത് നമ്മൾ കുറേശ്ശെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, നാട്ടിലെ പല മോശം കാര്യങ്ങൾ കുറെ കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇത് കേൾക്കാതെയും പറയാതെയും ഒക്കെ ഇരുന്ന് കഴിയും. അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് ഒരാൾ വന്നൊരു കാര്യം പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നില്ല, ഞാൻ അറിഞ്ഞേ. നല്ലതാണത് അറിയാതിരിക്കുന്നത് കേട്ടോ. ഇതറിയുന്നത് തന്നെ നമ്മളെ ദുഷിപ്പിക്കും, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ദുഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ എന്നുള്ളത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉടനെ അയ്യോ മോനെ നീ കോലം കെട്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കും, കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത്ര രസമായിട്ട് തോന്നണമെന്നില്ല. അപ്പോ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇപ്പൊ എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്, പല രീതികളിലാണ്. ചിലർക്ക് അരിത്തമെറ്റിക്കൽ IQ കൂടുതലുള്ളവരുണ്ട്, വെർബൽ IQ കൂടുതലുള്ളവരുണ്ട്. അപ്പൊ ഈ അരിത്തമെറ്റിക്കൽ IQ കൂടുതലുള്ളവരാണ് കൂടുതലായിട്ട് ഈ പഠനത്തിൽ മികച്ചു നിൽക്കുന്നത്, ചില മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിജയിച്ച് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നത്. ഇനി വെർബൽ IQ കൂടുതലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞു കൊടുത്താൽ, സ്കൂളിലൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ച് ചിത്രം വരച്ചൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചിത്രം കാണിച്ചു കൊടുത്താൽ വെർബൽ IQ കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ആളുകൾ. അതുപോലെ ഈ ചില ആളുകൾക്ക് പാടുവാൻ കഴിയുന്നുണ്ട്, പാടാൻ നന്നായിട്ട് ഈണത്തിൽ പാടാൻ. അപ്പൊ അവരുടെ ആ ഒരു പോർഷനാണ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടാണ് അവിടെ കൂടുതൽ പ്രവർത്തിക്കുന്നത് ശരീരത്തിലെ, മനസ്സിലെ. അങ്ങനെ ഓരോ ഭാഗം കൂടുതൽ പ്രവർത്തിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ കഴിവുകൾ പല രീതിയിലായിപ്പോയത്. അപ്പോ ഓരോ ആളുകളുടെയും കഴിവുകളെ കുറിച്ചിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, വീണ്ടും വീണ്ടും അവന് പ്രചോദനം കൊടുക്കുന്ന രീതിയിലുള്ള സംസാരമോ കാര്യമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്ന് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെ ആണ് ഈ 3 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരു പരിശീലനം പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇത്
നമുക്കും നമ്മളോട് അടുത്ത് ചേർന്ന് വരുന്നവർക്കും ഒക്കെ തന്നെ ജീവിതത്തിൽ ക്രമേണ വിജയിക്കാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇക്കിഗായിയെ ഉണർത്താൻ, നമ്മുടെ ഈ പറയുന്ന വിഷയം തന്നെ ഇക്കിഗായിയാണ്. ഇക്കിഗായി എന്ന കാര്യം ഉയർത്താനായിട്ട് സഹായിക്കും. അപ്പൊ ഇതുകൊണ്ട് ഈ അധ്യായം, ഈ ഗ്രന്ഥം തന്നെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു കാര്യമായിട്ട് നമ്മളോട് പറയാനുള്ളത്, ഇക്കിഗായി ശക്തിയെ നമ്മൾ ഈ 2 ബുക്കുകളും പഠിച്ചു കഴിഞ്ഞപ്പോൾ, വായിച്ചു കഴിഞ്ഞപ്പോൾ, ഇനി എങ്ങനെ നമ്മുടെ ഉള്ളിലെ ഇക്കിഗായിയെ നമുക്ക് ഉണർത്തിയെടുക്കാം? കാരണം ഓരോ 35 സ്റ്റേഷനുകളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടാണ് ഈ അവസാന സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങാൻ, അല്ലെങ്കിൽ ജപ്പാനിലൊക്കെ പോയി 35 സ്ഥലങ്ങളിലൂടെ ട്രെയിനിൽ കറങ്ങിയിട്ട് തിരിച്ച് അവസാനം നമ്മുടെ കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷനിലോ എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനിലോ നമ്മൾ വീട്ടിലേക്ക് വരാനായിട്ട് വന്ന് നിൽക്കുന്ന ഒരവസരമാണ്. ഇടുക്കിയിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇടുക്കിയിൽ ബസ്സിൽ വന്ന് നിൽക്കുന്നതായിട്ട്, അല്ലെ കുമളിയിൽ ആനവിലാസിൽ നമ്മൾ ബസ്സിൽ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടുകൊള്ളുക. അപ്പോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജീവിത ലക്ഷ്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോ ആളുകൾക്കും ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ അവസാന പരിശീലനം, അല്ലെങ്കിൽ അവസാനമായിട്ട് നമ്മൾ നടത്തേണ്ട മാനസിക പരിശീലനം എന്താണ്? നമ്മളൊരു പേനയും, ചായ കുടിക്കുന്നവരാണെങ്കിൽ ഒരു കപ്പ് ചായയുമായിട്ട് ഒരിടത്തേക്ക് മാറിയിരുന്നു കൊണ്ട് എഴുതണം എന്നാണ് പറയുന്നത്. ഒരു കപ്പ് ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ചായയും ഒരു പേനയും പേപ്പറുമായിട്ട് സ്വസ്ഥമായ ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്നു കൊണ്ട് ധാരാളം സമയമെടുത്ത് ആലോചിക്കണം. പെട്ടെന്ന് ആലോചിക്കില്ല, സമയമെടുത്ത് നന്നായിട്ട് നമ്മൾ ആലോചിക്കണം. അത് ഒരിക്കലും ധൃതി പിടിക്കരുത്, വളരെ സമയമെടുത്ത് ആലോചിക്കണം. അപ്പൊ അതിനിടയ്ക്ക് നമ്മളെ വന്ന് അലോസരപ്പെടുത്താവുന്ന കുറച്ച് കാര്യങ്ങളാണ് വീട്ടിലെ ജോലികൾ, അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗം, ജോലിക്ക് പോകുന്നിടത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വാരാന്ത്യത്തിൽ നമ്മൾ പോകാൻ, ആഴ്ച അവസാനം ഞായറാഴ്ച നമ്മൾ എവിടെയൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ അലട്ടാൻ ആ സമയത്ത് വരും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കഴിയുമെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കുറച്ച് സമയത്തേക്കൊന്ന് ആ ഒരു നമ്മളായിരിക്കുന്ന സമയത്ത് അതിനെയൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്, ചിന്തിച്ചെഴുതേണ്ടതുണ്ട്. അപ്പോ തിരക്ക് പിടിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ തിരക്കിനെ, നമ്മുടെ ഈ സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ല. കാരണം ഇത് എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. വീട്ടിലെ ജോലികള്, അല്ലെങ്കിൽ ഓഫീസിലെ ജോലികള്, ഞായറാഴ്ചകൾ നമുക്ക് പോകേണ്ട സ്ഥലങ്ങള്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സർവൈവ് ചെയ്യുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളത് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ ആ ഒരു സമയത്തേക്ക്, ഈ ഒരു എഴുതാനിരിക്കുന്ന, അല്ലെ ഇക്കിഗായിയെ നമ്മൾ ഉണർത്താനായിട്ടിരിക്കുന്ന ഒരു സമയമായി കണ്ടുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് കുറച്ച് സമയം മാറ്റി വെക്കുക. അപ്പോ ഒരു പരിശീലന പാഠം നമ്മൾ ചെയ്യാൻ പോകും. അപ്പോ നമ്മൾ വന്നെങ്കിൽ, ഇത്രയും നാൾ വന്നപ്പോൾ നമുക്ക് വഴിതെറ്റിപ്പോയി എന്ന് ഇപ്പോൾ തോന്നുന്നുവെങ്കിൽ ഇനിയും സാരമില്ല, നമുക്ക് വഴിതെറ്റി. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിതെറ്റിയാലും വേറെ കുറച്ച് കറങ്ങി തിരിഞ്ഞൊക്കെയാണെങ്കിൽ നമുക്ക് ഈ യഥാർത്ഥ സ്ഥാനത്ത് എത്തിച്ചേരാനുള്ള ഇതുണ്ടല്ലോ, വീണ്ടും എന്താണ് യു ടേൺ ഒക്കെ എടുക്കാം. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കൊണ്ടുവരുമ്പോ നമ്മൾ ഇക്കിഗായിക്ക് ഒരു 4 ഘടകങ്ങളാണ് ഉള്ളത്. അതായത് ഇക്കിഗായി ഉണർത്താൻ വേണ്ടി ചെയ്യേണ്ട 4 ഘടകങ്ങളിൽ ഒന്നാമത്തത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? അതായത് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് വൈകിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുക വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് വിചാരിക്കുക. അതൊക്കെയാണ്. അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോന്നാണ്. അല്ലെങ്കിൽ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുക, നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുക, അത് ചിലർക്ക് ഇഷ്ടമുള്ളത്. അല്ലെങ്കിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക, അത് ചിലർക്ക്. അങ്ങനെ ഓരോ രീതിയിലാണ് ആളുകൾക്ക് ഇഷ്ടമുള്ളത്. ഇങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിന് ചിന്തിക്കുക. അപ്പോ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തേത്. അതായത് ഏറ്റവും എളുപ്പമുള്ള, നമുക്ക് എഴുതാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇഷ്ടം നമുക്കല്ലേ ഏറ്റവും അധികം അറിയാം. അതുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് 4 കോളങ്ങൾ, നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് 4 കോളം ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ കോളത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് എഴുതി വെച്ചിട്ട് അവിടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. അപ്പൊ അത് എഴുതാനായിട്ട് അധികം ആലോചിക്കേണ്ട, കാരണം സത്യസന്ധമായിട്ട് എഴുതണം. കാരണം നമ്മൾ ചിലപ്പോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, വളർന്നു വന്ന, നമ്മൾ കടന്നു വന്ന അരിപ്പകൾ ദുർഘടമാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇഷ്ടമില്ലെങ്കിൽ പോലും വെറുതെ ഉണ്ടെന്ന് നടിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ ഒരിക്കലും ശ്രമിക്കുക. നമ്മൾ ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് തന്നെ വേണം എഴുതുവാനായിട്ട്. അതായത് നക്ഷത്രങ്ങളെ നോക്കി കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ലെങ്കിൽ പുതിയ ഭക്ഷണം പാചകം ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? കുക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ടോ? അതുപോലെ സമൂഹത്തിനെ വിലമതിക്കുന്ന കാര്യങ്ങളൊക്കെ,
അല്ലെങ്കിൽ അതായത് ഈ നമ്മൾ ആകാശത്തിലേക്ക് നോക്കി ഇപ്പം അവിടെ ഇത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ ഞാൻ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നാ ഈ ആകാശത്തേക്ക് നോക്കി നക്ഷത്രം കണ്ടുകിടുന്ന വല്ലവരും പറയാം അവന് ഭ്രാന്താ അല്ലെ അവൾക്ക് ഭ്രാന്താണെന്ന് പറയുമോ എന്നൊക്കെ ഒരിക്കലും നമുക്ക് ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിനെ തന്നെ അവിടെ എഴുതുക. അപ്പോ എന്നെ സന്തോഷിപ്പിക്കുന്നത് ഇന്നതൊക്കെയാണ് എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ കാര്യങ്ങൾ കാണാം, അതിനെയൊക്കെ എഴുതി വെക്കുക ഒന്നാമത്തെ കോളത്തിൽ. ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് വന്ന് അപ്പൊ ഇപ്പൊ എഴുതാൻ പറ്റുമെങ്കിൽ വേണേ എഴുതിക്കും കേട്ടോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ രണ്ടാമത്തേത് ലോകത്തിന് ആവശ്യമുള്ളത്, ലോകത്തിന്റെ ആവശ്യങ്ങൾ. അതായത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ മാനത്ത് നോക്കി ആകാശത്തെ നോക്കി കിടന്നുറങ്ങുക ഇഷ്ടമുള്ളതാണ്. കുക്കിംഗ് ചെയ്യുക, പുതിയ ഭക്ഷണ പരീക്ഷണങ്ങൾ നടത്തുക ഇഷ്ടമുണ്ട്. പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുക, മൊബൈലിലെ യൂട്യൂബിലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, വാട്സപ്പിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തിനോട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇഷ്ടമുള്ളതായിരിക്കാം. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്തത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ സന്തോഷം ലഭിക്കുമായിരിക്കാം, പക്ഷെ നമ്മൾ സ്വാർത്ഥന്മാരായി തീർന്നു. അത് മാത്രം ശ്രദ്ധിക്കും. അപ്പോ ലോകത്തിന് ആവശ്യമുള്ളത് എന്താണെന്നുള്ള കാര്യങ്ങളെന്ന് തേടിയിട്ട് അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ലോകത്തിന് ആവശ്യമുള്ളത്, അതായത് അതിന്റെ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഒക്കിനാവ ദ്വീപിലെ ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഇതിൽ സംസാരിച്ചിട്ടുള്ളത്. ഒക്കിനാവ ദ്വീപിലെ ആളുകൾക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവര് മൊആയ് എന്ന് പറയുന്ന ഒരു സംഘടനയിലെ മെമ്പർമാർ, നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിരുന്നു. മൊആയ് എന്ന് പറയുന്ന ഒരു സംഘടനയിലെ അംഗങ്ങളാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള ഈ അയൽക്കൂട്ടങ്ങളോ അല്ലെ കുടുംബശ്രീകളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബയോഗങ്ങളോ ഒക്കെ പോലെയുള്ള ഒരു സംഘടന, അയൽപ്പക്ക സംഘടനകൾ. അയൽക്കൂട്ടം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും മെച്ചം. കാരണം അതിന്റെയൊക്കെ ഒരു പക്ഷേ ഒരു വേർഷൻ ആയിരിക്കും നമ്മുടെ നാട്ടിൽ പിന്നീട് അയൽക്കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു സംഘടനയിൽ, അയൽപ്പക്ക സംഘടനയിലെ മെമ്പർമാരാണ് ഈ ഒരു ഒക്കിനാവ ദ്വീപിലെ ആളുകൾ. അത് വളരെ പ്രായമുള്ളവർ വരെ അതിനകത്തെ അംഗങ്ങളാണ്. അവരെല്ലാം ആ ഒരു മൊആയ് സംഘത്തിലെ സമൂഹത്തിലെ അംഗങ്ങളാണ്. അവര് അവിടെ പരസ്പരം സംസാരിച്ച് ജീവിക്കുന്നു. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഈ 3 കുരങ്ങന്മാരുടെ പ്രതിമയും കൊണ്ട് ചിലപ്പോൾ പറ്റില്ല. കാരണം നമുക്ക് അവിടെ പറയാനും കേൾക്കാനും ഇഷ്ടമുള്ളത് എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ ചിരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി കാണും എന്തൊക്കെയാണ് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ സംസാരിക്കുന്നത്. അപ്പോ അവര് പരസ്പരം ഇപ്പൊ ഈ മൊആയ് സംഘടനയിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ അയൽക്കൂട്ടങ്ങളെ അല്ലെ നമ്മുടെ സംഘടനകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സംഘടന നമുക്ക് ഉപയോഗം ചെയ്യാറില്ലേ? ഒരു വിവാഹം നടക്കുകയോ മരണം നടക്കുകയോ മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങളൊക്കെ അതിലെ ഒരു മെമ്പർക്ക് സംഭവിക്കുമ്പോൾ ഈ ഒരു സംഘടനയിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പലപ്പോഴും ചെറുതാണെങ്കിൽ പോലും ചെയ്യാൻ കഴിയുന്നില്ലേ? അങ്ങനെ ഒരു ഗുണം ഇതിനില്ല. അപ്പോൾ ലോകത്തിന് ആവശ്യമുള്ളത് ചെയ്യാനായിട്ട് ഈ ജപ്പാനിലെ ഒക്കിനാവ ദ്വീപിലെ ആളുകൾ ഈ ഒരു സംഘത്തിലെ ആളുകളാണ്. അവരെ കൊണ്ട് ചെയ്യാവുന്ന ഉപകാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതായത് കുറഞ്ഞ പക്ഷം അവർക്ക് മറ്റുള്ളവന് സന്തോഷമെങ്കിലും കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കാറുണ്ട്. അവിടെ നിന്ന് സംസാരിക്കും. ഇപ്പം വീട്ടിലൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന പ്രായമായ ആളുകളൊക്കെ ആണെങ്കിൽ ഈ അയൽക്കൂട്ടത്തിലൊക്കെ ചെന്ന് 10 പേരോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ആകെപ്പാടെ ഒന്ന് ഊർജ്ജമൊക്കെ കിട്ടി, ഒന്ന് സന്തോഷമൊക്കെ ആവും. അപ്പോ അവിടെ സന്തോഷം മനുഷ്യൻ എന്ന നിലയിൽ ലഭിക്കുന്ന ഒരു ആത്മസംതൃപ്തിയുടെ കാര്യങ്ങൾ. അപ്പോ അവിടെ നമുക്ക് എഴുതി വെക്കാവുന്നത് എന്റെ സ്നേഹം നിറഞ്ഞ ഇന്നയാൾക്ക് ഡാഷിന് അവൻ ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട്, അത് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ എന്റെ സുഹൃത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അവൻ ഇന്ന കാര്യങ്ങൾ ആവശ്യം. ചിലപ്പോൾ പണത്തിന്റെ സഹായമായിരിക്കാം, അല്ലെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സഹായമായിരിക്കാം. അപ്പൊ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഒന്നുമല്ലെങ്കിൽ അവന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, അവനെ കൊണ്ട് കഴിയാൻ സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒറ്റയ്ക്ക് കഴിയില്ലെങ്കിൽ ഈ സംഘടന വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ എഴുതി വെക്കേണ്ടത്. അതാണ് നമുക്ക് ലോകത്തിന് വേണ്ടി ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ മാത്രം ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞു. അപ്പൊ അത് മാത്രമാകുമ്പോൾ നമ്മൾ സ്വാർത്ഥരായി പോകും. അപ്പൊ അതല്ല, ലോകത്തിന് വേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം അയൽപ്പക്ക സംഘടനകളിലൊക്കെ മെമ്പേഴ്സ് ആകുന്നത് വളരെ നല്ലതാണ് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അതൊക്കെ ഈ പറയുന്ന നമ്മളിലെ ഇക്കിഗായിയെ വളർത്താനായിട്ട് ഉപകരിക്കും.
ഈ ഒരു സംഘത്തിലുള്ള പ്രവർത്തനം, സംഘടിതമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ. സംഘത്തിലെ നമ്മൾ ആഴ്ചകളിൽ ഒരു തവണയൊക്കെ ഒന്ന് കണ്ട് ഇനിയിപ്പം വേണമെങ്കിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, 3 അരിപ്പകളിലൂടെ ഒന്ന് കടത്തി വിട്ടിട്ട് വേണം പറയാനെന്നുള്ളത്. അത് കുറച്ച് കാലമെടുക്കും നമുക്ക് ആ ഒരു എക്സർസൈസിലേക്ക് വരാനായിട്ട്. അങ്ങനെ രണ്ടാമത്തത് കഴിഞ്ഞു. മൂന്നാമത്തത്, എനിക്ക് വരുമാനം നൽകുന്നത്, അല്ലെ നിങ്ങൾക്ക് വരുമാനം നൽകുന്നത്. മൂന്നാമത്തെ കാര്യം, അതായത് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യമായി, ലോകത്തിന് ആവശ്യമുള്ള കാര്യമായി, ഇനി മൂന്നാമത് എന്താണ്? വരുമാനം വേണം. അതായത് നമ്മളെ സന്തോഷവാന്മാരാക്കുന്നതിനും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഉപകാരപ്രദമായി ചെയ്യാനും ഒക്കെ 2 കാര്യങ്ങൾ, ആദ്യത്തെ 2 കാര്യങ്ങൾ കഴിഞ്ഞു. എന്നാലും നമുക്ക് ജീവിക്കണമെങ്കിലും നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ, നമുക്ക് വരുമാനം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കണം. അപ്പോൾ അവിടെയും നമ്മുടെ ഒക്കിനാവ ദ്വീപിലെ വൃദ്ധന്മാരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ 90 വയസ്സ് 95 വയസ്സുള്ള ഓരോ വൃദ്ധന്മാരും സ്വന്തം പറമ്പുകളിലെ കൃഷി ചെയ്തുകൊണ്ട് ചന്തയിൽ കൊണ്ട് വിറ്റ് കാശുണ്ടാക്കുന്നവരാണ്. ആ സമയത്ത് അവർ വെറുതെ ഇരിക്കുന്നില്ല. വീടിനടുത്ത് തന്നെ തൊടിയിലുള്ള ചെറിയ സ്ഥലങ്ങളിൽ, കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പച്ചക്കറിയൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ വീട്ടിലെടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം കൊണ്ട് ചന്തയിൽ കൊണ്ട് വിറ്റിട്ട് അവർ പണം ഉണ്ടാക്കാറുണ്ട്. അതിൽ തന്നെ എടുത്തു പറയുന്ന ഒരു പേര് 93 വയസ്സുള്ള യൂക്കി എന്ന് പറയുന്ന വൃദ്ധൻ. യൂക്കി സ്വന്തമായിട്ടുണ്ടാക്കിയ തുകൽ സഞ്ചികൾ, അദ്ദേഹത്തിന് തുകൽ സഞ്ചികളൊക്കെ തുന്നാൻ അറിയാമായിരുന്നു. അപ്പൊ അദ്ദേഹം തുകൽ സഞ്ചികളൊക്കെ തുന്നിയിട്ട് അത് മറ്റുള്ളവർക്ക് കൊണ്ട് അടുത്തുള്ള വീടുകളിലൊക്കെ ആവശ്യമുള്ളവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് പണം സമ്പാദിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് അറിവുള്ള, അല്ലെ നമുക്കറിയാവുന്ന വൈദഗ്ധ്യങ്ങളെയൊക്കെ വിൽക്കുന്നതിൽ ഒരു തെറ്റും വിചാരിക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ ഈ ട്രെയിനേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എങ്ങനെ നിങ്ങളെ നന്നായിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുമോ അവിടെ നിങ്ങൾ വിൽക്കുക. ഏറ്റവും കൂടിയ വിലയ്ക്ക് നിങ്ങളെ വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും സമ്പന്നനാകുന്നത് എന്ന് ഈ ട്രെയിനേഴ്സ് ഒക്കെ പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിവുള്ള വൈദഗ്ധ്യങ്ങൾ, ഇപ്പൊ ഇതിൽ പറഞ്ഞ യൂക്കി എന്ന വ്യക്തിക്ക് തുകൽ സഞ്ചികൾ തുന്നാനുള്ള വൈദഗ്ധ്യമുണ്ട്. അപ്പൊ അതിനെ എന്താണ് വിറ്റ് കാശാക്കാൻ, ആ വൈദഗ്ധ്യത്തെ ഇദ്ദേഹം വിൽക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് ഈ സഞ്ചി തുന്നാൻ അറിയില്ല, അതുകൊണ്ടാണ് അവരിൽ നിന്ന് കാശ് ഇതിന് ഈടാക്കാൻ കഴിയുക. ഇങ്ങനെ നമുക്ക് കഴിയാവുന്ന വൈദഗ്ധ്യങ്ങളെ വിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാവുന്ന വൈദഗ്ധ്യങ്ങളെ വിൽക്കുന്നതിന് നമ്മൾ മടി വിചാരിക്കേണ്ടത് ആവശ്യമില്ല. നമ്മുടെ കഴിവിനൊത്ത് അതിനെ വിൽക്കാൻ സാധിക്കുമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം തന്നെ മേടിക്കേണ്ടതുണ്ട്. നമ്മുടെ വൈദഗ്ധ്യം എത്ര മെച്ചപ്പെട്ടതാണോ അതിനനുസരിച്ച് ഇതിന്റെ വിലയിടാനും നമ്മൾ മടിക്കേണ്ടതില്ല. കാരണം നന്നായിട്ട് നമ്മൾ ചെയ്യും, നമുക്ക് ഉറപ്പുണ്ട് ഇത് നല്ല മെച്ചപ്പെട്ട ഐറ്റമാണ്, മറ്റ് തുകൽ സഞ്ചികളെ അല്ലെ മറ്റ് ആളുകളെക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വില കൂട്ടിയിടാനും മടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ ഹോട്ടലുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കുടുംബശ്രീ ഹോട്ടലുകളിൽ ചെന്ന 20 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലമുണ്ട്. കുറച്ചപ്പുറത്തോട്ട് നമ്മുടെ ശ്രീകൃഷ്ണ വിലാസം ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ 100 രൂപയ്ക്കായിരിക്കും ഊണ് കിട്ടുക. ഇനി അതിനപ്പുറത്ത് ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 150 200 രൂപയ്ക്ക് 190 രൂപയ്ക്കായിരിക്കും അവിടെ ഊണ് കിട്ടുക. ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർ ഹോട്ടൽസിലേക്ക് ചെല്ലുമ്പോൾ 500 രൂപയ്ക്കൊക്കെ ആയിരിക്കും ഊണ് കിട്ടുക. എല്ലാം ഊണ് തന്നെയാണ്, പക്ഷെ വില പലരും, കാരണം അതിൽ കൊടുക്കുന്ന സർവീസുകൾ അനുസരിച്ചിട്ട് അതിന്റെ വില മാറും. അപ്പൊ നമുക്കറിയാം, കുപ്പിയിൽ വെള്ളം 20 രൂപയ്ക്ക് കിട്ടും, ലിറ്റർ വെള്ളം. അത് സാധാരണ കടകളിലൊക്കെ വെച്ചാൽ 20, ചിലത് 15 വാങ്ങുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഹോട്ടലുകളിൽ ചെന്ന ആ ഹോട്ടലിലൊക്കെ ഇങ്ങനെ മേശപ്പുറത്ത് ഒരു കുറെ കുപ്പി നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ എടുത്ത് കുടിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ ഇതും കൂടെ ബില്ലിനകത്ത് കയറി വരുമ്പോഴാണ് നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ. നമ്മളെ ഇത് നേരെ മറിച്ച് നമ്മളൊരു ലേ മെറിഡിയനിലോ അല്ലെങ്കിൽ താജ് ഹോട്ടലിലോ ഒക്കെ ഒന്ന് ചെല്ലുക, അവിടുത്തെ വെള്ളം എടുത്ത് കുടിച്ചു കഴിയുമ്പോൾ ഇതേ കുപ്പിയിലെ വെള്ളം തന്നെ എടുത്ത് കുടിച്ചു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒരു 120 രൂപയ്ക്കൊക്കെ ആയിരിക്കും ബില്ല് ചെയ്യും. വെള്ളം ഒന്ന് തന്നെ, കുപ്പി ഒന്ന് തന്നെ, എല്ലാം ഒന്ന് തന്നെ, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതിന്റെ വില മാറും. അവിടെ കൊടുക്കുന്ന സർവീസ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പൊ എന്നാൽ ഈ വെള്ളം കുടിക്കാൻ ചെല്ലുന്ന അവിടെ ചെല്ലുന്ന വ്യക്തികൾക്ക് അറിയാം, തൊട്ട് പുറത്തോട്ടിറങ്ങിയാൽ ഇത് 20 രൂപയ്ക്ക് കിട്ടും എന്നറിയാമെങ്കിലും അവർ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഇവർക്ക് വേണ്ടത് ഈ സർവീസാണ്, മെച്ചപ്പെട്ട സർവീസ്, അവർക്ക് വേണ്ട കെയർ അല്ല ഈ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഹോട്ടലുകളിലേക്ക്. അപ്പോ അവിടെ നമ്മൾ വൈദഗ്ധ്യം അനുസരിച്ച് നമ്മുടെ വിലയിടാം. അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് വരുമാനം നൽകും, എന്നാൽ ചിലത് ഭാവിയിൽ വരുമാനം നൽകാൻ കഴിവുള്ളതാകും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമുക്ക് പെട്ടെന്ന് വരുമാനം തരുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ വരുമാന സ്രോതസ് നിന്ന് പോയിട്ട് പെട്ടെന്ന് ഇതിന്റെ സംഗതികളൊക്കെ നിന്നു പോകും. അപ്പോ അവിടെ ശ്രദ്ധിക്കേണ്ടത് വാറൻ ബഫറ്റ് പറഞ്ഞ വാക്യങ്ങൾ, ലോകത്തിലെ ലോകപ്രശസ്തനായ ട്രേഡർ, അതായത് ഒരു ജോലികളും ബിസിനസ്സുകളും ഇല്ലാതെ തന്നെ ലോകത്തിലെ 4ാമത്തെ കോടീശ്വരനായി മാറിയ വ്യക്തിയാണ് വാറൻ ബഫറ്റ്. ലോക കോടീശ്വരന്മാരിൽ 4ാമത്തെ. എന്നാൽ ഇദ്ദേഹത്തിന് ബിസിനസ് സാമ്രാജ്യങ്ങളില്ല, ഇദ്ദേഹത്തിന് തൊഴിലില്ല, പക്ഷേ ഇദ്ദേഹം കോടീശ്വരനായി. കാരണം അദ്ദേഹം ട്രേഡിങ് ചെയ്യുന്നു. അതായത് മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് ഇദ്ദേഹത്തിന്റെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ ലാഭം വാങ്ങുന്നു. അത് കൃത്യമായിട്ടൊരു ശാസ്ത്രീയമായ രീതിയിൽ പഠിച്ചുകൊണ്ട് ഇദ്ദേഹം ചെയ്തിട്ടാണ് ഇദ്ദേഹം കോടീശ്വരനായി മാറിയത്. അപ്പോ വാറൻ ബഫറ്റ് പറയുന്നത് പോലെ വരുമാനം ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് വരുമാനം കിട്ടുന്നതിനേക്കാൾ ഭാവിയിൽ നമുക്ക് ലോങ് ലൈഫ് വരുമാനം കിട്ടുന്ന വഴികളെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു കച്ചവടം പെട്ടെന്ന് വേനൽക്കാലം വരുമ്പോൾ പെട്ടെന്ന് എന്താണ് പാനീയങ്ങളുടെ വിൽപ്പന തുടങ്ങി, പക്ഷെ അത് വേനൽക്കാലം കഴിയുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയും, അല്ലെ, ലാഭം കുറയും. ഇപ്പൊ നമ്മളൊരു മുറികൾ പണിതിടുകയാണെന്ന് വിചാരിക്കുക. മുറികൾ പണിതിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുക, റെസ്റ്റ് ഹൗസോ അല്ലെങ്കിൽ വീടുകളോ ഒക്കെ പണിത് വാടകയ്ക്ക് കൊടുക്കുക. പക്ഷെ അത് ലോങ് ലൈഫ് വരുമാനം നൽകുന്നതാണ്. കാരണം വർഷങ്ങളോളം ഇതിന്റെ വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ചിലവ് തുടക്കത്തിൽ മാത്രമാണ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ നമുക്ക് വരുമാനം ഭാവിയിൽ നൽകുന്ന കാര്യങ്ങളിലേക്ക്, നമുക്ക് കഴിവുള്ള കാര്യങ്ങളിലേക്ക് വേണം നമ്മുടെ വരുമാന സ്രോതസ്സിനെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ 3 കാര്യങ്ങൾ കഴിഞ്ഞു. ഒന്നാമത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, രണ്ടാമത്തത് ലോകത്തിന് ആവശ്യമുള്ളത്, മൂന്നാമത്തത് എനിക്ക് വരുമാനം നൽകുന്നത്. ഇനി ഒന്നുകൂടിയുണ്ട്, നാലാമത്തേത് എന്റെ കഴിവുകൾ. അതായത് മറ്റുള്ളവരിൽ നിന്നും എന്നെ വ്യത്യസ്തനാക്കുന്നത് എന്റെ ചില കഴിവുകളാണ്. ഇങ്ങനെ ഓരോ ആളുകൾക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചില കഴിവുകളുണ്ട്. ഈ കഴിവുകൾ എന്തൊക്കെയെന്ന് എഴുതാം. അപ്പോ നമ്മുടെ പല കഴിവുകളെയും നമ്മൾ ഭൂതകാലത്തിലെ അനുഭവങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന പാവങ്ങളുണ്ട്. ഭൂതകാലത്തിലെ ചില അനുഭവങ്ങൾ, അതായത് നമുക്കുണ്ടായിരിക്കുന്ന തിക്താനുഭവങ്ങളുണ്ടല്ലോ ഭൂതകാലത്തിൽ, അതിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പല കഴിവുകളെയും തിരിച്ചറിയാതെ പോകേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊരു കറി വയ്ക്കും, അവിയൽ ഉണ്ടാക്കും. അവിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സദ്യയിലെ ഒരു പ്രധാന ഐറ്റമാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നു, നമ്മുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ പണ്ട് അവിയൽ ഉണ്ടാക്കി തരുമ്പോൾ അത്ര പോരാ, അവിയൽ ഉണ്ടാക്കാൻ അമ്മയ്ക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല. അപ്പം അമ്മ എന്താണ്, അവിയൽ എന്ന് പറയുന്ന രീതിയിൽ എന്തോ ഒരു സാധനം, ഇങ്ങനെ മുഴുവൻ ചേരുവകളൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഈ സാധനം ഇഷ്ടമല്ല എന്ന് പറയും. അവിയൽ വരുമ്പോഴേ പറയും എനിക്ക് വേണ്ട. അപ്പൊ അത് പിന്നീട് എന്താണ്, ഭാവിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ എന്താണ്, അവിയൽ എന്ന് പറഞ്ഞാലോ ഉള്ളില്ലാത്ത സാധനം, ടേസ്റ്റ് ഇല്ലാത്ത സാധനം എന്നുള്ള ചിന്തയായിരിക്കും എന്നിലുണ്ടാകും. അപ്പൊ അവിടെ ശരിക്കും സംഭവിച്ചത്, ആ അവിയൽ ഉണ്ടാക്കിയ അത് ഭംഗിയായില്ല. അതുകൊണ്ടാണ് ആ ചിന്ത. അതാണ് ഭൂതകാലത്തിലെ അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാൻ പോകാതെ. അപ്പൊ നേരെ മറിച്ച് ഞങ്ങളുടെ നാട്ടിലൊരു പാചകം ചെയ്യുന്നൊരു ആളുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം അദ്ദേഹത്തിന് 100 വയസ്സോ മറ്റോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടു, 100ാം വയസ്സിൽ എത്തിയിരുന്നു. ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു അവിയൽ കല്യാണത്തിന് നിങ്ങൾ പോയി കഴിക്കും. അയ്യോ എന്താ ടേസ്റ്റ് അതിന്റെ, ഇത് പറയുമ്പോ ഇപ്പൊ തന്നെ എനിക്ക് അതിന്റെ രുചിയൊക്കെ ഓർമ്മ. അപ്പൊ അവിടെ ചെന്നപ്പോ എന്താണ്, അവിയൽ നല്ലതായിട്ട് എനിക്ക് തോന്നി, പക്ഷെ വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കിയപ്പോ അവിയൽ പോലെ. അപ്പൊ ഈ ഒരു തിക്താനുഭവങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാൻ സഹായിക്കാതെ വരും. ഇപ്പൊ നമുക്ക് മാത്സ് മോശപ്പെട്ട വിഷയമാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നത് എന്താണ്, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിലെ, കുട്ടിക്കാലത്ത് നമ്മളെ പഠിപ്പിച്ച കണക്കധ്യാപകൻ അല്ലെങ്കിൽ കണക്കധ്യാപിക ഇത്തിരി മോശമായിരുന്നു എന്നതുകൊണ്ട് ചിലപ്പോ ഭാവിയിൽ നമുക്ക് കണക്ക് മോശം വിഷയമാണ് എന്ന് നമ്മൾ അതിനെ വിധി എഴുതാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മളെ പഠിപ്പിച്ചത് ശരിയായ രീതിയിലല്ല, നല്ല അധ്യാപകനല്ല പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കുട്ടിക്കാലത്ത് കണക്കിനൊക്കെ വളരെ മോശമായി പഠിച്ചു വന്നിട്ട് പിന്നീട് ഇവർ കുറച്ച് കഴിയുമ്പോൾ കോളേജിലൊക്കെ ചെന്ന് മാത്സ് തന്നെ ഇവരുടെ ഐച്ഛിക വിഷയമായിട്ടൊക്കെ എടുത്തിട്ട് ഈ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതുപോലുള്ള വലിയ കാര്യങ്ങളിലൊക്കെ ഇവർ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ കുട്ടിക്കാലത്ത് കണക്കിന് വളരെ മോശം. അതിന്റെ സംഗതി ഇതാണ്, ആ ചെറിയ കാലത്തിൽ ഇവർക്കുണ്ടായ തിക്താനുഭവങ്ങൾ, അന്ന് പഠിപ്പിച്ച അധ്യാപകന്റെ ചിലപ്പം കുഴപ്പമായിരിക്കാം, അല്ലെ ഇവർക്ക് ആ സമയത്ത് വേണ്ട രീതിയിൽ ഗ്രഹിക്കുന്ന രീതിയിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ അധ്യാപകന് സാധിച്ചിട്ടില്ലായിരിക്കാം. ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ കൊണ്ട് പലപ്പോൾ, എന്നാൽ ചിലപ്പോൾ കാലക്രമത്തിൽ അവന് മനസ്സിലായി കണക്കിലാണ് എൻ്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്,
ഭൂലോകം എന്ന ഒരു വട്ടപൂജ്യമാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചാക്കോ മാഷിനെ പോലുള്ള അധ്യാപകരൊക്കെ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാകാം കണക്കിൽ മോശമായി പോയത്. അപ്പോൾ അവിടെ നമ്മുടെ കഴിവുകളെ കുറിച്ചിട്ട് എഴുതുക. എനിക്ക് ഡാഷ്, ആ ഭാഗത്ത് കഴിവ്, എന്താണ് നമ്മുടെ കഴിവ്, എനിക്ക് ഇന്ന കഴിവുണ്ട് എന്ന് എഴുതി വെക്കാം. അതോടൊപ്പം തന്നെ രണ്ടാമത് അതിന്റെ ബാക്കിയായിട്ട് എഴുതണം, ഈ കഴിവിനെ മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യണമെന്ന് എഴുതുക. അതായത് ഭാവിയിൽ ഞാൻ ഈ കഴിവിന് ഇപ്പൊ ഞാൻ എഴുതുക എന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ എഴുതും, എനിക്ക് യോഗ പഠിപ്പിക്കാൻ കഴിവുകളുണ്ട്, യോഗ മറ്റാളുകളെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് അത്യാവശ്യം കഴിയുന്നു, അതെന്റെ ഒരു കഴിവാണെന്ന് ഞാൻ എഴുതി വെക്കുകയാണെങ്കിൽ രണ്ടാമത് ഞാൻ എഴുതേണ്ടത് എന്തായിരിക്കാം, ഇതിനെ മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ കൂടുതൽ എന്ത് ചെയ്യാം, അതിനെന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ഇപ്പൊ അതിന്റെ കൂടുതൽ ഈ യോഗയുടെ പല സങ്കേതങ്ങളുണ്ട്, ഇതിനെല്ലാം പോയി പഠിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ശിവാനന്ദ യോഗയിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വ്യാസ യോഗ എന്ന് പറയുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, ഇതിൽ ഡോക്ടറേറ്റ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത് കൂടുതൽ എന്നിൽ മെച്ചപ്പെടുത്താൻ, കൂടുതൽ നന്നായിട്ട് ആളുകളിലേക്ക് അത് എത്തിക്കുവാനും ഒക്കെ സാധിക്കും. അപ്പോൾ അവിടെ ഭാവിയിൽ ഈ കഴിവുകളെ മെച്ചപ്പെടുത്താൻ ഞാൻ ഇന്നതൊക്കെ ചെയ്യും, എന്റെ കഴിവ് ഇന്നതായിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതിനെ മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ കൂടുതൽ എന്തൊക്കെ ചെയ്യും, കുക്കിംഗ് കൂടുതൽ അറിയാവുന്ന ആളുകളുടെ അടുത്ത് പോയി ടിപ്സ് ഒക്കെ മനസ്സിലാക്കും, അല്ലെങ്കിൽ കുക്കറി ഷോകളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണും. ഇനി ഇതുമല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് കാറ്ററിംഗ് കോളേജുകളിൽ പോയി വേണമെങ്കിൽ ചേർന്ന് പഠിച്ചുകൊണ്ട് ഞാൻ മെച്ചപ്പെട്ട ഒരു കുക്കായി മാറും. വലിയ സ്റ്റാർ ഹോട്ടലിൽ ഒരു പക്ഷേ എനിക്ക് പ്രധാന ഷെഫായി മാറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ലോകപ്രശസ്തമായിട്ടുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള കുക്കറി ഷോകളിൽ പങ്കെടുത്ത് എനിക്ക് വിജയിക്കണം. ഇങ്ങനെയുള്ള തലങ്ങളെ കുറിച്ചിട്ടൊക്കെ അന്വേഷിച്ചു പോകുക. അപ്പോ നമ്മുടെ കഴിവുകളെ നമ്മൾ വളർത്താനായിട്ട് ഭാവിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെ 4 കാര്യങ്ങളും കൂടെ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ഇക്കിഗായി ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണർത്താൻ സാധിക്കുക. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ലോകത്തിന് ആവശ്യമുള്ളത്, വരുമാനം നൽകുന്നത്, നമ്മുടെ കഴിവ്, ഇത് 3ഉം കൂടി കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അഭിനിവേശമാകും, പിന്നീട് ദൗത്യമുണ്ടാകും, അഭിരുചി ഉണ്ടാകും, നമുക്കൊരു തൊഴിൽ ആയി മാറും. ഇത് ക്രമേണ ഒരു തൊഴിലൊക്കെ ആയിട്ട് മാറും. അതാണ് നമ്മുടെ ഇക്കിഗായി എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ ചേരുമ്പോൾ അവിടെ ഇക്കിഗായി ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ 4 കോളങ്ങൾ എടുത്തു വെച്ചിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ലോകത്തിന് ആവശ്യമുള്ളത്, എനിക്ക് വരുമാനം നൽകുന്നത്, എന്റെ കഴിവ് എന്ന് 4 കോളങ്ങളിലൂടെ എഴുതുക ഓരോ കാര്യം. അപ്പൊ അവിടെ എഴുതേണ്ട എന്താണെന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിൽ നിന്ന് മറന്നു പോവുകയാണെങ്കിൽ ഇതിന്റെ വീഡിയോ വരുമ്പോൾ അത് ഒന്നുകൂടെ കേട്ടിട്ട് അത് വീണ്ടും എഴുതിക്കൊള്ളുക. എന്നിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി, ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. 4 ഭാഗങ്ങളും നമ്മൾ എഴുതി കഴിഞ്ഞെങ്കിൽ, ഇതിനകത്ത് ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പുസ്തകം എഴുതിയ ഒരാളായിട്ടുള്ള ഹെക്ടർ ഗാർസിയ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അദ്ദേഹം ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന കോളത്തിൽ എഴുതിയത്, എഴുത്ത് എന്നെ സന്തോഷിപ്പിക്കുന്നു, കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു. അപ്പൊ ഞാൻ എഴുതുകയാണെങ്കിൽ വായന എന്നെ സന്തോഷിപ്പിക്കും, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത് അവരോടൊപ്പം റെസ്റ്റോറന്റുകളിലൊക്കെ പോയി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് കൂട്ടായ്മകളിൽ ചേർന്ന് ഇഷ്ടപ്പെട്ട വ്യക്തികളോടൊപ്പം സംസാരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം. ഇങ്ങനെയുള്ള അവരോടൊപ്പം എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുക, ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. പിന്നീട് ലോകത്തിന് ആവശ്യമുള്ളത് എന്താണ്? ഇപ്പൊ എന്റെ സുഹൃത്തിന് ജോലി ഈ അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടു. അപ്പൊ അയാൾക്ക് ജോലി കൊടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന ഒരു സഹായം റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് എന്റെ സമയം കുറച്ച് ആവശ്യമുണ്ട്, അപ്പൊ അവിടെ നമ്മുടെ സമയം കൊടുക്കാൻ ശ്രമിക്കുക. കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ഭാര്യയുടെ അല്ലെങ്കിൽ അമ്മയുടെ മാത്രം കാര്യങ്ങളും ചിന്തിക്കുക, അവിടെയൊക്കെ നമ്മുടെ സമയം കുറേശ്ശെ കൊടുക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് വരുമാനം നൽകുന്നത്, ഇപ്പൊ എനിക്ക് വരുമാനം നൽകുന്നത് എന്തൊക്കെയാണ്? അപ്പം ഇതിനകത്ത് എഴുതിയേക്കുന്നത്, ടോക്കിയോയിലെ ഒരു ബഹിരാഷ്ട്ര കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്നു എന്നാണ് ഹെക്ടർ ഗാർസി. അതുപോലെ നമ്മുടേത് എന്താണോ അതിനെ എഴുതി വെക്കാം. അപ്പൊ അതിനെ ഭാവിയിൽ കുറച്ചുകൂടെ അതിനെ മെച്ചപ്പെടുത്താനായിട്ട് അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ആ കോളത്തിന്റെ ബാക്കിയിൽ എഴുതാം. പിന്നീട് എന്റെ കഴിവുകൾ, എനിക്കിപ്പം ഇതുപോലെ സംസാരിക്കാൻ കഴിവുണ്ട്, ഞാൻ പറയാണ് വേദികളിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിവുണ്ട്, അതൊരു മറ്റുള്ളവരിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന ഒരു കഴിവാണ്. അതുപോലെ
ലേഖന പരമ്പര അല്ലെങ്കിൽ നല്ല ഈ അറിവ് തരുന്ന ഗ്രന്ഥങ്ങൾ വായിക്കാൻ, യോഗയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അല്ലെ ആത്മജ്ഞാനം നേടുന്നതിനുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അല്ലെ അത് വായിക്കാൻ തന്നെ എനിക്കൊരു കഴിവുണ്ട് എന്ന് വിചാരിക്കും. അതുപോലെ ഫോട്ടോ എടുക്കുന്നു. ഇപ്പൊ ആളുകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതികളിലേക്ക് ദൃശ്യങ്ങൾ പോയി ക്യാമറയിൽ പകർത്തുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അല്ലെ എന്റെ കഴിവെന്ന് തന്നെ പറയാം. ഒരു വ്യത്യസ്തമായ രീതിയിൽ എനിക്കത് ക്യാമറയിൽ പകർത്താൻ എനിക്ക് കഴിവുണ്ട്. അതുപോലെ എഴുതുക, ചെറിയ ചെറിയ കുറിപ്പുകൾ, ഇപ്പൊ ഡയറി എഴുതുകയോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പോയി എഴുതുകയോ, ഇതൊക്കെ എനിക്ക് എൻ്റെ ഒരു കഴിവായിട്ട് തന്നെ ഞാൻ കാണും. അല്ലെങ്കിൽ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ 4 കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിത ലക്ഷ്യം ഒരു മായാജാലം അല്ലെന്നും അല്ലെങ്കിൽ അത് യാദർശികമായിട്ടോ അല്ലെങ്കിൽ വെളിപാടിലൂടെയോ സംഭവിക്കുന്നതല്ല എന്നും നമ്മൾ ചെയ്യാനുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞ അവസാനം. പലപ്പോഴും എനിക്ക് വീട് പണിയണം, പക്ഷേ വീടിന് വേണ്ടിയുള്ള 1 രൂപ പോലും ഞാൻ സമ്പാദിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും മിറക്കിൾ പോലെ എനിക്കൊരു വീട് കൊണ്ടത്തരും എന്ന് വിചാരിച്ച് ഒരിക്കലും ഇരുന്നാൽ അതുണ്ടാകും. അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ ഓരോ ദിവസവും അതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് നമ്മുടെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന കാര്യങ്ങൾ എത്തുക. അവിടെ നമ്മുടെ അഭിനിവേശം, അപ്പം അഭിനിവേശവും പ്രവൃത്തിയും ചേർന്ന് വരുമ്പോൾ നമ്മുടെ അഭിനിവേശമാണ് നമ്മളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോ നമുക്കിപ്പോ ഒരു പാട്ടുകാരനാവാൻ, പാടുന്ന വ്യക്തിയാകാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്താണ്, ഇഷ്ടപ്പെട്ട സംഗീതത്തെ വീണ്ടും വീണ്ടും കേൾക്കുക, കേട്ട് വരുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട രീതിയിലേക്ക് വരും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും കൂടുതലായിട്ട് ചെയ്ത് നമ്മുടെ ഈ 4 കാര്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഇക്കിഗായിയെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതിനു വേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ 35, ഈ 2ാമത്തെ ബുക്കിലെ 35 അധ്യായങ്ങളിലൂടെ കടന്നുപോയത്. അതിൽ ഇത്രയും പറഞ്ഞ് കൊണ്ട് നമ്മുടെ ഈ ഗ്രന്ഥം തന്നെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ബുക്ക് അടുത്ത ഞായറാഴ്ച മുതൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള, എന്നാൽ പഴയ ആളുകൾ പഠിച്ചിട്ടുണ്ട്, പുതിയ ആളുകൾക്ക് കൂടി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പേരിലുള്ള ഒരു ബുക്കുണ്ട്. അതായത് നമ്മുടെ ശീലങ്ങളെ മെച്ചപ്പെടുത്തുക, നമുക്കുള്ള ശീലങ്ങൾ, ആ ഒരു രീതിയിൽ വരുന്ന ഒരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പേരിൽ ജെയിംസ് ക്ലിയർ എഴുതിയൊരു ബുക്കുണ്ട്. ആ ബുക്ക് അടുത്ത ആഴ്ച മുതൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കൊണ്ട് നമ്മുടെ ഇക്കിഗായി ഇവിടെ അവസാനിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.